ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. കേന്ദ്രമന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ വ്യക്തമാക്കി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, കേന്ദ്രമന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അശ്വനി വൈഷ്ണവാണ് സംസാരിച്ചത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലെ വ്യക്തമായ തീരുമാനങ്ങളാണ് അശ്വനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടിക്ക് ഒരുങ്ങുക തന്നെയാണ് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായതെന്ന് നമുക്ക് വ്യക്തമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിനി ലഭിക്കേണ്ടതുണ്ട്. അശ്വനി വൈഷ്ണവ്, കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഉണ്ണി, ഇപ്പോൾ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളെ കണ്ടതിനു ശേഷം എന്തൊക്കെ വിവരങ്ങളാണ് കൂടുതൽ ലഭ്യമായിട്ടുള്ളത്? അത് വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും കേന്ദ്ര സർക്കാർ പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തും എന്നതാണ് ഏറ്റവും പുതിയ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അശ്വിനി വൈഷ്ണവ്, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം, കേന്ദ്ര ക്യാബിനറ്റ് ചേർന്നിരുന്ന യോഗത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങൾ കണ്ടത്. നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജാതി സെൻസസ് നടത്തും, കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്തും എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ ഒരു നിർണായകമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ് ജാതി സെൻസസ് നടത്തണമെന്നൊരു കാര്യം. പ്രകടനപത്രികയിലടക്കം പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ പ്രകടനപത്രികയിലടക്കം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ജാതി സെൻസസ് എന്നത്. എന്തായാലും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നതെന്നതാണ് പറയേണ്ട ഒരു കാര്യം. പല സംസ്ഥാനങ്ങളിലും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ പ്രകടനപത്രികയിലടക്കം ജാതി സെൻസസ് നടത്തും എന്നൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര മന്ത്രിസഭാ യോഗം അല്പസമയം മുമ്പ് ചേർന്നിരുന്ന യോഗത്തിലാണ് നിർണായകമായൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ജാതി സെൻസസ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങൾ കണ്ടത്. അപ്പോഴാണ് ഇക്കാര്യത്തിൽ കൃത്യമായ കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം. കരുതു. ശരി ഉണ്ണികൃഷ്ണൻ, പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും ഉൾപ്പെടുത്താനുള്ള അന്തിമ തീരുമാനമാണ് ഇപ്പോൾ ക്യാബിനറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. നെടുമങ്ങാട് പട്ടികജാതി വർഗ കോടതിയാണ്